ഇസ്ലാമിൽ നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട കാര്യം ഹലാല്, ഹറാമ്, അതുപോലെ തന്നെ വാജിബ്, സുന്നത്ത്, മക്രൂഹ് എന്ന് പറഞ്ഞ് ഒരു 5 സാങ്കേതിക ശബ്ദങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണക്കാർക്ക് തിരിയാൻ വേണ്ടി ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദനീയം, ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം, വാജിബ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐച്ഛികമായി കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, മക്രൂഹ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ നല്ലതായ കാര്യങ്ങൾ. അപ്പോൾ ഈ സാങ്കേതിക പദങ്ങൾ നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏത് പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ 5-1 വരിക. മനസ്സിലായല്ലോ, 5-1 വരിക. ആറാമത്തെ ഒരു ഹുക്കുമില്ല, വിധിയില്ല. അങ്ങനെയാകുമ്പോൾ ഒരു കാര്യം ഇത് വാജിബാണെന്ന് പറയേണ്ടത്, ഇത് ഹലാലാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് ഹറാമാണെന്ന് പറയേണ്ടത് ആരെന്ന് വെച്ചാൽ വാജിബ് ഉണ്ടാക്കിയാക്കേ പറയാൻ പറ്റുള്ളൂ, ഹലാൽ ഉണ്ടാക്കിയാക്കേ പറയാൻ പറ്റുള്ളൂ, ഹറാം ഉണ്ടാക്കിയാക്കേ പറയാൻ പറ്റുള്ളൂ. അതാരാന്ന് വെച്ചാൽ അള്ളാഹ് മാത്രമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തൻ്റെ ഒരു ഭാര്യയുടെ അടുത്തുനിന്ന് മറ്റൊരു ഭാര്യയുടെ അടുത്ത് വന്ന സമയത്ത് 1-2 ഭാര്യമാരിങ്ങനെ സ്വാഭാവികമായിട്ട് അവരൊരു ചെറിയ ഒരു മീറ്റിംഗ് കൂടിയിട്ട് എന്താണ് നിങ്ങളെന്തോ വന്നപ്പോൾ എന്തോ വായിലുള്ള എന്തൊരു സ്മെല്ല് വരുന്നുണ്ടല്ലോ, എന്തോ ദുഷിച്ചെന്തോ കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ, അതായത് നബിയുടെ ഒരു ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തേൻ കൊടുത്തിരുന്നു. നബിക്ക് തേൻ ഭയങ്കര ഇഷ്ടമാണ്. ആ തേൻ കുടിച്ച് വന്നപ്പോൾ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്താക്കാൻ, കളിയാക്കുവാൻ, തമാശയാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ തൻ്റെ ഭാര്യമാരുടെ ഒരിഷ്ടത്തിന് എതിരാണ് അത് എന്നുള്ള നിലക്ക് നബി എന്താക്കി, ഇന്നഞ്ഞ് മുതൽ ഞാൻ തേൻ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിരൂക്ഷമായ ശൈലിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹരീം എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്ത് തന്നെ കാണാൻ പറ്റും. ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക് തബ്തഗി മർദാത അസ്വാജിക്. മുഹമ്മദ് നബി, അങ്ങ് എന്തിനാണ് അള്ളാഹ് അങ്ങേക്ക് അനുവദിച്ചു തന്നൊരു കാര്യം നിഷിദ്ധമാണെന്ന് പറയുന്നത്, അതും ഭാര്യമാരുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഹലാല് ഹറാമ് എന്ന് പറയാൻ സ്വതന്ത്രമായി കൊണ്ട് പറയാനുള്ള അധികാരമില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിൽ കാണാം, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുക്കും അൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ ലിതഫ്തറു അലല്ലാഹിൽ കദിബ് ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. അഥവാ നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെ നിങ്ങൾ കള്ളം പറയരുതെന്നാണ്. കാരണം അത് അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയലാണ്. അള്ളാഹിൻ്റെ പേരിൽ കളവ് പറയുന്ന ആരും എന്താവില്ല, വിജയിക്കാൻ പോണില്ല.